വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA അറബിക്കിൻ്റെ 5th സെമസ്റ്റർ റീഡിംഗ് ഓൺ ക്ലാസിക്കൽ ആൻഡ് മിഡീവൽ അറബിക് പ്രോസ് എന്ന ബ്ലോക്ക് 1 ആണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അറബിക് പ്രോസ് ഇൻ പ്രീ ഇസ്ലാമിക് പീരീഡ്, ജാഹിലിയ കാലഘട്ടത്തിലെ അറബിക് പ്രോസിൻ്റെ അവസ്ഥ. പ്രോസ് എന്ന് പറയുമ്പോൾ നസർ അഥവാ ഗദ്യ സാഹിത്യം, അല്ലെ യൂണിറ്റ് 1. തതവ്വുറുൻ നസറിൽ അറബി ഫിൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ അറബി ഗദ്യ സാഹിത്യത്തിൻ്റെ വളർച്ച, അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. യുഅ്തബറുൻ നസറുൽ അറബി, അറബി നസർ അത് കണക്കാക്കപ്പെടുന്നുണ്ട്. ഫിൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിൽ അസാസൻ, അതൊരു അടിസ്ഥാനമായിക്കൊണ്ട് എന്തിൻ്റെ മിൻ അഖ്ദമി അഷ്കാലി തഅബീരിൽ അദബി, സാഹിത്യ ആവിഷ്കാര രൂപങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന അഖ്ദം എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴക്കമുള്ള, ഫിസഖാഫിൽ അറബിയ, അറേബ്യൻ കൾച്ചറിലെ ഏറ്റവും പഴക്കം ചെന്ന സാഹിത്യ ഇനമാണ് നസർ. അപ്പോൾ ഷിയറിൻ്റെയും പോലെ തന്നെ അതിനേക്കാളും പഴക്കമുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഖബല ദുഹൂരിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് കാനത്തിൽ ജസീറത്തുൽ അറബിയ, അറേബ്യൻ ദ്വീപ്, അൽ ജസീറ അറേബ്യൻ ദ്വീപായിരുന്നു. തഉജ്ജു ബിശുഅറാഇൻ യൻസിജൂന ഖസായിദഹും ബിബറാഅത്തിൻ ഫായിഖ, അത് തഉജ്ജു എന്നാണ്. തഉജ്ജു അജ്ജബി എന്ന് പറഞ്ഞാൽ ശരിക്കും ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കണ പറയാം. അപ്പോൾ തഉജ്ജു അലയടിക്കുക എന്ന് പറയാം. തഉജ്ജു ആ അറേബ്യൻ ദ്വീപ്, ജസീറത്തുൽ അറബ്, അത് തഉജ്ജു ബിശുഅറാഇൻ, കവികളെ കൊണ്ട് അലയടിക്കുന്നതായിരുന്നു. കുറേ കവികളുണ്ടായിരുന്നു ജാഹിലിയത്തിൽ ഇസ്ലാമിന് മുമ്പ്. യൻസിജൂന ഖസായിദഹും, അവരെ കവിതകളെ അവർ കോർത്തെടുത്തു. നസജ നെയ്തെടുക്കുക. ബി ബറാഅത്തിൻ ഫായിഖ, നല്ല ഉയർന്ന സ്കില്ലോടുകൂടെ. ഫായിഖ എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമായ എന്നുള്ളതിനാണ് ഫായിഖാര. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ സ്കില്ല്, മഹാറ, നൈപുണ്യം. അപ്പോൾ നല്ല സ്കില്ലുള്ള, വളരെ സൂക്ഷ്മമായ നിലക്ക്, ഉന്നതമായ നിലക്ക് കവിതകൾ എഴുതുന്ന, കോർത്തെടുക്കുന്ന, കവികളെ കൊണ്ട് അലയടിക്കുന്ന, അത് നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയായിരുന്നു ഇസ്ലാമിന് മുമ്പ് ജസീറത്തുൽ അറബ്. ലാക്കിൻ നസറ ലം യക്കുൻ അഖല്ല അഹമ്മിയ, അങ്ങനെയൊക്കെയാണെങ്കിലും നസറിന്, ഗദ്യസാഹിത്യത്തിന് പ്രാധാന്യം കുറഞ്ഞൊന്നും പോയിട്ടില്ല. കവികൾ അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. ഹൈസുഖാൻ യുസ്തഖ്ദമുൽ തഅബീരിൻ ഹിക്മ, അവരും നസറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹിക്മത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹിക്മത്ത് പറഞ്ഞാൽ തത്വജ്ഞാനം, വൽ അംസാൽ, ആപ്തവാക്യങ്ങൾ, പഴഞ്ചൊല്ലുകൾ, വൽ ഖുതുബകൾ, വൽ ഹിക്കായാത്ത്, കഥകൾ, ഖിസസിൽ ഖബായിൽ, ഗോത്രകഥകൾ, ഇതിനെപ്പറ്റിയൊക്കെ അവർ ഗദ്യസാഹിത്യത്തിലൂടെ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അൻ നസറുൽ ജാഹിലി ലം യക്കുൻ മക്തൂബൻ, എന്നാൽ ജാഹിലിയ കാലഘട്ടത്തിലെ ഗദ്യ കല എന്ന് പറയുന്നത്, നസർ എന്ന് പറയുന്നത്, അവ രചിക്കപ്പെട്ടവയല്ല, മക്തൂബല്ല. ബൽ മുതനാഖിലൻ ഷഫവിയൻ, അത് വാചികമായി കൈമാറ്റം ചെയ്യപ്പെടുന്നതായിരുന്നു. വയഅക്കീസു തബീഅത്തുൽ മുജ്തമഇൽ ഖബലി അൻദാക്, അക്കാലഘട്ടത്തിലെ ഗോത്ര സാമൂഹിക സാഹചര്യത്തെ, അതിൻ്റെ തൊബീഅത്തിനെ, പ്രകൃതത്തെ നേർക്കുനേരെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. യാക്കീസ് അക്സറാൽ റിഫ്ലക്റ്റ് ചെയ്യുക. ഹൈസു കാനത്തിൽ ഫസാഹ വൽ ഖുദ്റ അലൽ ബയാനി, എത്രത്തോളം എന്ന് വെച്ചാൽ അന്ന് ഫസാഹത്തും അതേപോലെ അൽ ഖുദ്റ അലൽ ബയാൻ, വിവരണത്തിനുള്ള കഴിവ്, സാഹിത്യ വൈഭവം, ഇവ എന്നുള്ളത് ജുസ്അൻ, അക്കാലഘട്ടത്തിൽ എന്തായിരുന്നു, ജുസ്അൻ, അതൊരു പാർട്ടാണ്. ലാ യതജസ്സഉ മിൻ സഖാഫത്തിൽ അറബ്, അറേബ്യൻ കൾച്ചറിൽ നിന്ന് വേർപ്പെടാത്ത അവിഭാജ്യമായ ഘടകമാണ്. ജുസ്ഉൻ ലാ യതജസ്സഉ മിൻ എന്നുള്ളത് ഒരു ഫ്രേസായിട്ടാണ് ഉപയോഗിക്കുന്നത്. അവിഭാജ്യ ഘടകത്തിനാണ്, അനിവാര്യ ഘടകത്തിനാണ് ആ കാര്യം പറയുക. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമായിരുന്നു ഫസാഹത്ത്, വൈഭവം എന്നുള്ളത്. ഇനിയോ അഹദു അബ്റസി അഷ്കാലിൻ നസ്രി ഫിൽ അസ്റിൽ ജാഹിലി ഹുവൽ ഖിതാബ, ആ കാലഘട്ടത്തിലെ ഗദ്യ രൂപങ്ങളിൽ ഏറ്റവും പ്രകടമായ രൂപമെന്ന് പറയുന്നത് ഒന്ന് അൽ ഖിതാബ, പ്രസംഗകലയാണ്. വലത്തി കാനത്ത് തുസ്തഖ്ദമു ഫിൽ ഇജ്തിമാഅത്തിൽ ഖബലിയ, അത് ഗോത്ര മീറ്റിങ്ങുകളിൽ അവ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. വൽ മജാലിസ്, മറ്റു ഗോത്രത്തിൻ്റെ സദസ്സുകളല്ലാത്ത സദസ്സുകളിലൊക്കെ. അഹ്യാനൻ ഫി സഹാത്തിൽ മആരിക്, ചില സന്ദർഭങ്ങളിൽ യുദ്ധമുഖത്തും അവ ഉപയോഗിച്ചു. ലി തഹ്ഫീസിൽ മുഖാത്തിലീന, എന്തിനാണ് യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നത്, പ്രസംഗം ഉപയോഗിച്ചത്? ലി തഹ്ഫീസ്, തഹ്ഫീസ് എന്നാൽ മോട്ടിവേറ്റ് ചെയ്യാൻ, അവരെ പ്രചോദിപ്പിക്കുവാൻ. ആരെ? അൽ മുഖാത്തിലീൻ, പോരാളികളെ, യോദ്ധാക്കളെ. കാനത്തിൽ ഖിതാബത്തു തുഅദ്ദു ഫന്നൻ ഖായിമൻ ബിഹദ്ദി ദാത്തിഹി, ഒരു പരിധിവരെ അത് സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു കല എന്ന നിലക്കാണ്
പ്രസംഗകല ഉണ്ടായിരുന്നത്. ഹൈസു കാനൽ ഖതീബ് യഹ്താജു, കാരണം ഖതീബിന് ആവശ്യമായിരുന്നു ഇല മഹാറാത്തിൻ ലുഗവിയ, ചില ഭാഷാ സ്കില്ലുകൾ വേണം. അതും ആലിയ, ഉയർന്ന നിലക്കുള്ള ഉന്നതമായ ഭാഷാ സ്കില്ല് വേണം. വഖുദ്റ, കഴിവും ആവശ്യമുണ്ട്. വഖുദ്റത്തിൻ അലൽ ഇഖ്നാഇ, ആളുകളെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവ്, അല്ലെ, സംസാരത്തിലൂടെ ശ്രോതാക്കൾ പിടിച്ചിരുത്തണം. അതേപോലെ വത്തഅ്സീരി ഫി സാമിഈൻ, ശ്രോതാക്കളിൽ സ്വാധീനം ചലിപ്പിക്കണം. അപ്പോൾ ശ്രോതാക്കളെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, അവരെ സ്വാധീനിക്കുന്ന, അവരെ തൃപ്തിപ്പെടുത്തുന്ന അതിനുള്ളൊരു കഴിവ്, ഒരു ഭാഷാ ശേഷി, ഇതൊക്കെ അന്ന് ഖതീബിന് ആവശ്യമായിരുന്നു. വഖദ് ഇസ്തഹറ അൽ അദീദു മിനൽ ഖുതബാഇൽ ജാഹിലിയ്യൻ, ധാരാളം ജാഹിലിയ ഖതീബുമാർ പ്രസിദ്ധരായിട്ടുണ്ട്. അല്ലദീന തറക്കു അസറൻ കബീറൻ, അവരാകട്ടെ വലിയ ഒരു അളവോളം സ്വാധീനം ബാക്കി വെച്ചവരാണ്. ഫി ദാക്കിറത്തിന അൽ അദബിയ, നമ്മുടെ സാഹിത്യ മെമ്മറിയിൽ. മിസ്ലു ഖുസ്ബിന് സായിദ, അതിൽപ്പെട്ട ഒരാളാണ് ഖുസ്ബിന് സായിദ് അൽ യാദി എന്ന് പറയുന്ന ഖതീബ്. ബിൽ ഇദാഫത്ത് ഇലൽ ഖിതാബ, പ്രസംഗകലക്കും പുറമെ, ബിൽ ഇദാഫ ഇല എന്ന് പറഞ്ഞാൽ പുറമേ എന്ന് പറയാനാണ് പറയുക. പ്രസംഗകലക്ക് പുറമെ കാലത്തിൽ അംസാലുമിൻ അഹമ്മിൽ അഷ്കാലിൻ നസരിയ, അന്നത്തെ ഗദ്യ രൂപങ്ങളിലെ ഏറ്റവും പ്രകടമായ രൂപമാണ് മസലുകൾ. മസല് അംസാൽ, മസലുൻ ജംഉ അംസാൽ, പഴഞ്ചൊല്ല്, ആപ്തവാക്യം എന്നൊക്കെയാണ് അതിന് നമുക്ക് അർത്ഥം പറയാൻ പറ്റുക. അല്ലത്തി തഅഖീസു ഹിക്മത്തൽ മുജ്തമഇൽ ജാഹിലി, ജാഹിലിയ സമൂഹത്തിൻ്റെ അവരുടെ ഹിക്മത്തിനെ, തത്വജ്ഞാനത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു അന്നത്തെ ആപ്തവാക്യങ്ങളും പഴഞ്ചൊല്ലുകളും. അൽ അംസാലു കാനത്ത് തുഅ്തബറു ഖുലാസത അത്തജാറുബിൽ ഹയാത്തിയ, ജീവിതാനുഭവത്തിൻ്റെ രത്നച്ചുരുക്കമായിട്ടാണ് ഇത്തരം പഴഞ്ചൊല്ലുകളെ കണക്കാക്കപ്പെടുന്നത്. അതോടൊപ്പം തൽഖീസൻ ലിമവാഖിഫ മുഅയ്യന, നിർണിതമായ ചില സന്ദർഭങ്ങളുടെ ഒരു ഖുലാസ, ഒരു സമ്മറിയാണ് എന്ന് പറയാം. വകാനത്ത് തുസ്തഖ്ദമു ബികസറത്തിൻ ലിതൗജീഹി സുലൂക്കി, ഇവ പല നിലക്കും ഇവ ഉപയോഗിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? ലിതൗജീഹി സുലൂക്ക്, സ്വഭാവ മഹിമയിൽ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. വതഅലീമിൽ ഖിയം, വാല്യൂസ് പഠിപ്പിക്കാൻ വേണ്ടി. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരം മസലുകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഹാദിഹിൽ അംസാലു, ഇത്തരം മസലുകൾ തുമസ്സിലു ജൗഹർ അൽ ഹിക്മൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ തത്വജ്ഞാനത്തിൻ്റെ അകക്കാമ്പായിക്കൊണ്ട്, അതിൻ്റെ കഴമ്പായിക്കൊണ്ട്. വഖുദ്റത്തി ഹല തക്സീഫിൽ ലുഗവി, ഭാഷയെ കൂടുതൽ തീവ്രമാക്കുന്നതിലുള്ള അതിൻ്റെ കഴിവിനെയും കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. തക്സീഫുൽ ലുഗവി എന്നാൽ ലിംഗ്വിസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയും. അത്രത്തോളം ഭാഷയെ തീവ്രമായ ശേഷി നൽകുക, അതിനും ഇത്തരം മസലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. വത്തഅബീർ വൻ മആനിൻ അമീഖ, മാത്രവുമല്ല ഇത്തരം മസലുകൾ എന്നുള്ളത് അത് ആഴമേറിയ ആശയത്തെ കുറിച്ചായിരിക്കും സംസാരിക്കുക. പക്ഷേ ബിക്കലിമാത്തിൻ ഖലീല, കുറഞ്ഞ വാക്കുകളിൽ, കുറഞ്ഞ കെലിമത്തിൽ മാത്രം വലിയ ആശയങ്ങളെ അവതരിപ്പിക്കുന്ന രൂപത്തിലാണ് ഓരോ മസലുകളും ഉണ്ടായിട്ടുള്ളത്. ഇലാ ജാനിബിൽ ഖിതാബത്തി വൽ അംസാൽ, ഈ മസലുകളും ഖിതാബുകളും അവ രണ്ടിനും പുറമെ, ഖിതാബ പ്രസംഗം, മസല അംസാൽ ആപ്തവാക്യങ്ങൾ, അവക്ക് പുറമെ, ഇലാ ജാനിബ് പറഞ്ഞ ബിൽ ഇദാഫത്തി ഇല എന്ന് പറഞ്ഞ പോലെ ഇൻസ്റ്റെഡ് ഓഫ്, അതിന് പുറമെ. ബറസത്ത് ഫിൻ നസ്രിൽ ജാഹിലി, ജാഹിലിയ ഗദ്യ സാഹിത്യത്തിൽ പ്രകടമായി വന്നിട്ടുണ്ട്. കദാലിക, അതുപോലെ തന്നെ എന്ത് ഖിസസുൽ ഖബാഇൽ, ഗോത്രകഥകൾ, വൽ ഹികായത്തി ശഅബിയ, നാടോടി കഥകളും, വലതിക്കാന തുർവ ഫിൽ മജാലിസ്, അവ സദസ്സുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, അവ ഉദ്ധരിക്കപ്പെട്ടു. വസീലത്തിൻ, ഒരു മാധ്യമം എന്ന നിലക്ക്, എന്തിനുള്ള ലിത്തസ്ലിയ വ തഅലീം, ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ചില നിലക്കുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്, തസ്ലിയ എന്ന നിലക്കും അവ ഗോത്ര സദസ്സുകളിൽ അവ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഹാദിഹിൽ ഹിക്കായത്തു ഗാലിബൻ മാ കാനത്ത് തദൂറു ഹൗലൽ ബുതൂലാത്ത്, ഇത്തരം ഹിക്കായകൾ, കഥകൾ, അവ അധികവും അതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ബുതൂലാത്തുമായി ബന്ധപ്പെട്ടായിരിക്കും. ബുതൂലാത്ത് എന്നാൽ ഹീറോകളുമായി ബന്ധപ്പെട്ട്, ഏതെങ്കിലും വീരകഥകളുമായി ബന്ധപ്പെട്ട്. വസ്സുറാഅത്തിൽ ഖബലിയ, അല്ലെങ്കിൽ ഗോത്ര സംഘടനകളുമായി ബന്ധപ്പെട്ട്. വല്ല സതീർ അല്ലത്തി തുഅബ്ബിറു അൻ മുഅ്തഖിദാത്തിൻ, വിശ്വാസങ്ങളെപ്പറ്റി പറയുന്ന ഏതെങ്കിലും അസാത്തീർ, കെട്ടുകഥകളുമായി ബന്ധപ്പെട്ട്, ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട്, ഇത്തരം വിഷയങ്ങളെ പറ്റിയൊക്കെ ആയിരിക്കും ഈ പറയപ്പെടുന്ന കഥകൾ ഉണ്ടായിരുന്നത്. ഹാദിഹിൽ ഹിക്കായത്തു ഗാലിബൻ മാ കാനത്ത് തദൂറു ഹൗലൽ ബുതൂലാത്തി വസ്സുറാഅത്തിൽ ഖബലിയ വലസാറത്ത് അല്ലത്തി തുഅബ്ബിറു അൻ മുഅ്തഖിദാത്തിൻ വതഖാലിദിൽ മുജ്തമഇൽ ജാഹിലി, അതോടൊപ്പം ജാഹിലിയ സമൂഹത്തിൻ്റെ തഖാലിദുകളെപ്പറ്റി, സാമ്പ്രദായിക കാര്യങ്ങളെപ്പറ്റി. മിൻ ഖിലാലി ഹാദിഹിൽ ഹിക്കായാത്ത്, ഇത്തരം കഥകളിലൂടെ കാനത്ത് അൽ ഖിയമുൽ അഖ്ലാഖിയ വൽ മസലുൽ ഉല്യ തുൻഖലു മിൻ ജീലിൻ ഇലാ ജീലിൻ, അവിടെ
അൽ ഖിയമുൽ അഖ്ലാഖിയ, മോറൽ വാല്യൂസ്. അതോടൊപ്പം തന്നെ അൽ മസലുൽ ഉല്യ, നല്ല മാതൃകകൾ. അവയൊക്കെയാണ് തുൻഖലു മിൻ ജീലിൻ ഇലാ ജീലിൻ, ഒരു തലമുറയിൽ നിന്നൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയായിരുന്നു. ഇങ്ങനെ കഥ പറയുന്നതിലൂടെ, ഈ സംഭവം ഉദ്ധരിക്കുന്നതിലൂടെ അവിടേക്ക് മോറൽ വാല്യൂസും അതേപോലെ നല്ല നല്ല മാതൃകകളും ജീലിൽ നിന്ന് ജീലിലേക്ക്, തലമുറ ഒരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രോസസ്സായിരുന്നു. വസഹമത്ത് ഹാദിഹിൽ ഹിക്കായാത്തു ഫി തർസീഖിൽ ഹുവിയൽ ഖബലിയ, അതോടൊപ്പം തന്നെ ഇത്തരം കഥകൾ സഹായിച്ചിട്ടുണ്ട്. സഹാമത്ത് എന്തിൻ്റെ കാര്യത്തിൽ? ഫി തർസീഖിൽ ഹുവിയൽ ഖബലിയ, ഗോത്ര ഐഡൻറ്റിറ്റിയെ ഉറപ്പിക്കുന്ന കാര്യത്തിൽ, തർസീഖൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അവ സ്ഥാപിക്കുന്ന കാര്യത്തിലും, വൽ ഹിഫാദി അല തുറാസി സഖാഫി, പൈതൃകങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിലും. ഏത് പൈതൃകം? സഖാഫിലിൽ അറബ്, അറേബ്യൻ കൾച്ചറിൻ്റെ പൈതൃകം, അവ കാത്തു സൂക്ഷിക്കുന്നതിലും ഫി തിൽക്കൽ ഫത്ര, ആ കാലഘട്ടത്തിൽ. അതിനൊക്കെ സഹായകരമായിട്ടുള്ള പലപ്പോഴും ഇത്തരം കഥകളാണ്. നസ്റുൽ ജാഹിലി, ചുരുക്കത്തിൽ ജാഹിലിയ ഗദ്യ സാഹിത്യ മേഖല എന്ന് പറയുന്നത് റഗ്മ ഖില്ലത്തിഹി മുഖാറത്ത ബിശ്ശിഅർ, കവിതയോട് തുലനം ചെയ്യുമ്പോൾ അവ കുറവാണ് എങ്കിലും റഗ്മ ഖില്ലത്തിഹി, അത് കുറവാണെങ്കിലും യുദ്ഹിറു ലന, നമുക്ക് വ്യക്തമാക്കി തരുന്നു, പ്രകടമാക്കുന്നു, ബിവുദൂഹിൻ, വ്യക്തതയോടെ, കൈഫക്കാനത്തിൽ ലുഗൽ അറബിയ ഫിൽ അസ്ൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിൽ അറബി ഭാഷ എങ്ങനെയായിരുന്നു? സാഹിറത്തും ബിത്തഅബീറാത്തിൽ ഖവിയ്യ, ഉന്നതമായ ആവിഷ്കാര മേഖലയിൽ അവ മികച്ചു നിൽക്കുന്നത് എന്ന്. വദ്ദലാലത്തിൽ അമീഖ, ആഴമേറിയ ആശയങ്ങളെങ്ങനെ കൈമാറ്റം ചെയ്യുന്നു, അല്ലെങ്കിൽ ആഴമേറിയ ആശയങ്ങളെങ്ങനെ അവ പ്രതിഫലിപ്പിക്കുന്നു എന്നൊക്കെ നമുക്ക് വ്യക്തമായ നിലക്ക് തന്നെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് ജാഹിലിയത്തിലെ നസറുകൾ. കാരണം യുസ്തഖ്ദമു നസറു ക വസീലത്തിൽ തവാസുൽ വ തഅബീർ അൽ ഫിക്ർ, പലപ്പോഴും നസർ ഉപയോഗിച്ചിട്ടുള്ളത്, ഗദ്യ സാഹിത്യ മേഖല ഉപയോഗപ്പെടുത്തിയത് അത് ക വസീലത്തിൽ തവാസുൽ, കമ്മ്യൂണിക്കേഷനുള്ള ഒരു മാധ്യമമായിട്ട്, വ തഅബീർ അൽ ഫിക്ർ, ചിന്തകളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, വകാന ജുസ് അൻ ലാ യതജസഉ മിനൽ ഹയാത്തിൽ യൗമിയൽ അറബ്, അതാകട്ടെ അറബികളുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ഭാഗമാണ്. വഅല ദാരിസി അൽ അദബിൽ അറബി, അതുകൊണ്ട് തന്നെ അറബി സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥി നിനക്ക് നിർബന്ധമാണ് അൽ ഇത്തിലാ അല നസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിൽ നസറിനെ കുറിച്ച് ഒന്ന് പഠിക്കുക എന്നുള്ളത്. ലിഫഹമി സൂറത്തിൻ നൗദഹ് അനിൽ ഹയാത്തിൽ അഖ്ലിയ വൽ ഇജ്തിമാഇയ ഫി ദാലിക സമൻ, ആ കാലഘട്ടത്തിലെ സാമൂഹിക ബുദ്ധിപരമായ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തതയുള്ള ഒരു ചിത്രം കിട്ടണമെങ്കിൽ വദാലിക യുസാഇദു ഹും ഫി തഖ്ദീരിൽ ജുദൂരി സഖാഫി ലിൽ അദബിൽ അറബി, ആവട്ടെ അറബി സാഹിത്യത്തിൻ്റെ കൾച്ചറിനെ പറ്റിയുള്ള അതിൻ്റെ വേരുകളെ മനസ്സിലാക്കാൻ, കണക്കാക്കാൻ സഹായിക്കുകയും ചെയ്യും. എത്രത്തോളം ആഴമേറിയതാണ് അറബി സാഹിത്യം എന്ന ബോധം അതിലൂടെ ഉണ്ടാവുകയും ചെയ്യും. അടുത്തത് നുബ്ദത്തുൻ ഐൻ തതവ്വുരി നസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിൻ്റെ നസ്റിൻ്റെ വളർച്ചയെപ്പറ്റി ഒരു രത്നച്ചുരുക്കം, ഒരു ചെറിയ ഭാഗം. നുബ്ദ മിനൽ മൻതിഖി വത്തബീഇ അൻ നഫ്തറിദ അന്നൽ അറബ ഫിൽ ജാഹിലിയ ഖദ് ഇംതലകു ഫന്നൻ നസ്റിൽ അദബി, ബുദ്ധിപരമായും പ്രകൃതിപരമായും നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. അൻ നഫ്തറിദ, നമുക്ക് അനുമാനിക്കാം. എന്ത്? അന്നൽ അറബ ഫിൽ ജാഹിലിയ, ജാഹിലിയത്തിലെ അറബികൾ ഖദ് ഇംതലകു ഫന്നൻ നസ്റിൽ അദബി, അവർ സാഹിത്യത്തിലെ നസ്ർ എന്ന ആ വിഭാഗത്തെ, ആ ഇനത്തെ അവർ സ്വായത്തമാക്കിയിട്ടുണ്ട്. ഇംതലക, അവർ നേടിയിട്ടുണ്ട്. ഫലൈസ ഹുനാക സബബൻ യദ്ഉ ലി ഇൻകാരി വുജൂദിഹി, അന്നവ ഉണ്ടായിരുന്നില്ല എന്ന് നിഷേധത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു കാരണവും തന്നെയില്ല. ഫലൈസ ഹുനാക, അവിടെ അല്ല, സബബൻ, ഒരു കാരണമല്ല. യദ്ഉ, ആ കാരണം ക്ഷണിക്കുന്നു അല്ലെങ്കിൽ വിളിച്ചു വരുത്തുന്നു. ലി ഇൻകാരി വുജൂദിഹി, വുജൂദിൻ നസ്ർ എന്നർത്ഥം, ആ നസ്റിൻ്റെ അസ്തിത്വം ഉണ്ടായിരുന്നില്ല എന്ന്, അത് ഉണ്ടാവുന്നതിനെ നിഷേധിക്കുന്ന ഒരു കാരണം അവിടെ ഇല്ല. അവ എത്തിബാരിഹി മുസ്തഹീലൻ, അല്ലെങ്കിൽ ഉണ്ടാവുക എന്നുള്ള അസംഭവ്യമാണ്, സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പരിഗണിക്കാവുന്ന ഒരു കാരണവും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ട്, അവിടെ ബുദ്ധി നമുക്ക് ആ കാര്യമുണ്ട് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുത്തുക, നമുക്ക് അങ്ങനെ അനുമാനിക്കാം. അതേപോലെ ഒരു പ്രകൃതി സ്വഭാവമാണ് അത്തരം സന്ദർഭത്തിൽ ഒരു നസ്ർ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ. ഇതാ കാരണം അദ്ദേഹം ഷെയറും യതനാഖലൂനഹു, അവരെടുക്കലാവട്ടെ അവർ കൈമാറ്റം ചെയ്യുന്ന കവിതകൾ ഉണ്ട് താനും. ഫമിനൽ ബദീഹി, അതുകൊണ്ട് വ്യക്തതയുള്ളതാണ്, അയ്യക്കൂന ലഹും നസ്റുൻ അദബിയുൻ ഐളൻ, അവർക്ക് ഒരു സാഹിത്യ ഗദ്യ മേഖല കൂടി ഉണ്ടാവും എന്ന കാര്യത്തിൽ. ഹൈസു യുതാഹുലിൽ കാത്തിബ് അവിൽ മുതഹദ്ദിസ് മിൻ ഖിലാലിഹി തഹറുർ, മാത്രവുമല്ല അങ്ങനെ ഒരു ഗദ്യ മേഖല ഉണ്ടാകുമ്പോൾ എഴുത്തുകാരന് അല്ലെങ്കിൽ ആ ഗദ്യം പറയുന്നവന്, മുതഹദ്ദിസിന്, മിൻ ഖിലാലിഹി, ആ ഗദ്യത്തിലൂടെ, യുതാഹു എന്ന് പറഞ്ഞാൽ അവർക്ക് ലഭിക്കുന്നു, എന്ത് ലഭിക്കുന്നു? അത്തഹറുർ,
ഒരു മോചനം ലഭിക്കുന്നു. മിനൽ ഖുയൂദ്, ബന്ധനങ്ങളിൽ നിന്നുള്ള. അല്ലത്തി യഫ്രിദുഹ ഷിഅർ, കവിതാ രചനക്ക് ആ നിലക്ക് പല ബന്ധനങ്ങളുണ്ട്, ചില അതിർവരമ്പുകളുണ്ട്. ആ കൈതുകൾ ഇല്ലാണ്ട് പറയാൻ ഉള്ള ഒരവസരം അത് നസർ തന്നെയാണല്ലോ. വലതി തഈഖുൽ ബഅദ് അനി തഅബീർ ബിഹുറിയ, ഇങ്ങനെ ചിലർക്കാവട്ടെ അവരെ അഭിപ്രായം പറയുന്നതിന് ഇത്തരം ബന്ധനങ്ങൾ, അതിർവരമ്പുകൾ അവർക്ക് പ്രയാസം സൃഷ്ടിക്കും. വല്ലത്തി ഖദ് തഈഖു, ചിലപ്പോൾ തഈഖു തടയും, ഈ കൈതുകൾ തടയും, അൽ ബഅദ ചിലരെ, അനി തഅബീർ ബിഹുറിയ സ്വതന്ത്രമായിട്ടൊരു കാര്യം പറയാൻ. അപ്പോൾ അവർ സ്വതന്ത്രമായിട്ടൊരു കാര്യം ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അത് കവിതയുടെ നിയമം പാലിച്ചുകൊണ്ട് തന്നെ പറയണമെന്ന് പറയുമ്പോൾ പലർക്കും അത് പറയാൻ കഴിയില്ല. അതുകൊണ്ടൊക്കെയും വല്ല അതില്ലത്തു അലാ വുജൂദി ഹാദൻ നസ്ർ ഖവിയ്യ, ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴും ശക്തമായ നിലക്കുള്ള തെളിവുകൾ പറയുന്നത് അന്ന് നസ്ർ ഉണ്ടായിരുന്നു എന്നാണ്. വമിൻഹ, അതുകൊണ്ട് തന്നെയാണല്ലോ നുസൂലുൽ ഖുർആനിൽ കരീം, ആ നസ്റിലൂടെയാണ് ഖുർആനുൽ കരീം ഇറങ്ങിയിട്ടുള്ളത്. വഫഹിമൽ അറബു ലഹു ഫി സമനിഹിം, അതോടൊപ്പം അറബികൾക്ക് ആ ഖുർആൻ ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കാനും സാധിച്ചു. ബൽ എന്ന് മാത്രമല്ല മുജാദലത്തുഹും ലിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗല മാ കാന യത്ലൂഹു അലൈഹിം, അദ്ദേഹം ഓതിക്കൊടുക്കുന്നത്, അവർക്ക് ഓതിക്കൊടുത്ത വചനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളും ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടാവുന്നത് അവർക്കന്ന് ഖുർആൻ മനസ്സിലായതുകൊണ്ടാണ്. ഹൈദൻ, അതോടൊപ്പം തഹദ്ദി അൽ ഖുർആനു ലഹും, ഖുർആൻ അവരെ വെല്ലുവിളിക്കുന്നു. ബി അൻ യഅ്തു ബി മിസ്ലിഹി, അതുപോലെയുള്ളതൊന്ന് കൊണ്ടുവരാൻ. ഔ ഹത്താ ബി ജുസ്ഇൻ മിൻഹു, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഭാഗമെങ്കിലും കൊണ്ടുവരാൻ. യദുല്ലു, ഇതൊക്കെ അറിയിക്കുന്നു. ബിവുദൂഹിൻ, വ്യക്തതയോടെ, അല അന്നൽ അറബ്, അറബികൾക്ക്, കാനത്ത് ലഹും മഹാറ ഫായിഖ, അവർക്ക് നല്ല ഉന്നതമായ സ്കില്ലുണ്ട്, ഫിന്നസരി, നസറിലും. വഹാദ തഹദ്ദി, ഈ ഒരു വെല്ലുവിളി, ലാ യക്തസിബു മഅനാഹു, അതിൻ്റെ ആശയത്തിൽ എത്തുകയില്ല, ഇല്ലാ ഇദാ കാന മുവജ്ജിഹൻ, അത് തിരിച്ചുവിട്ടാലല്ലാതെ, ഇലാ ഖൗമിൻ, ഒരു ജനതയിലേക്ക്, യളുന്നൂന, അവർ വിചാരിക്കുന്നു, അന്നലദൈഹിം ബറാഅ, അവർക്ക് നല്ല സ്കില്ലുണ്ടെന്നും, വഖുവ, ശേഷിയുണ്ടെന്നും, ഫീ ഹാദൽ മജാൽ, ഈ മേഖലയിൽ, അപ്പോൾ ഈ മേഖലയിൽ കഴിവുള്ള ആളുകളാണ് എന്ന് വിചാരിക്കുന്നവരോട് ഇത്തരം വെല്ലുവിളി നടത്തുമ്പോഴേ ആ വെല്ലുവിളി അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ശരിയാകുന്നുള്ളൂ. അപ്പോൾ ഖുർആൻ വെല്ലുവിളിച്ചത് അവരതിൽ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അവർക്ക് ഭാഷാ കഴിവുണ്ട്, അവർക്ക് സാഹിത്യ കഴിവുണ്ട്, അവരതിൽ നല്ല കഴിവുള്ളവരാണ് എന്ന് അവർ വിശ്വസിക്കുന്നവരാണ് എന്ന നിലക്ക് തന്നെയാണ് ഖുർആൻ അവരെ വെല്ലുവിളിച്ചിട്ടുള്ളതും. വബിത്താലി, മാത്രവുമല്ല ഇതിനെ തുടർന്ന് ഫഇന്നൽ ഖുർആനാവട്ടെ അതാ മുഅ്ജിസൻ ഫീ മൈദാനിൻ, ഈ മേഖലയിൽ അശക്തി അവർക്കെല്ലാവർക്കും, അവരെല്ലാവരും അശക്തരാക്കിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. കാനു യഅ്തഖിദൂന അന്നഹും യംതലികൂന ഫീഹി, അവരാകട്ടെ അവർ വിശ്വസിക്കുന്നത്, അവർ സ്വായത്തമാക്കിയിട്ടുണ്ട് ഈ മേഖലയിൽ ഖുദറാത്തിൻ, കഴിവുകളെ, ഇസ്തിസ്നാഇയ്യത്തിൻ, വ്യതിരിക്തമായ കഴിവുകൾ, ഫിൻ നസർ, നസറിൻ്റെ മേഖലയിൽ അവർക്ക് വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ അവരെ കഴിവുകളെല്ലാം അശക്തമാക്കിക്കൊണ്ടാണ്, അത് മുഅ്ജിസത്തായിക്കൊണ്ടാണ് ഖുർആൻ ഈ മേഖലയിൽ വന്നിട്ടുള്ളത്. വമിനൽ മൽഹൂദ്, ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രദ്ധയുള്ള കാര്യമാണ്, അന്ന നസ്റ ഫിൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ നസ്ർ, കാന കസീറൻ ലിൽ ഗായ, അത് വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളുള്ള, ധാരാളം ലക്ഷ്യങ്ങളുള്ള ഒരു സംഗതിയാണ്. ബൽ എന്ന് വേണ്ട യഫൂഖു ഫീ ഹജ്മിഹി മാ വസൽനാ മിന അശ്ശുർ, അതാണ് നമുക്ക് കവിതയിൽ നിന്ന് ലഭിച്ചതിനേക്കാളും അതിൻ്റെ കട്ടിയിലും കനത്തിലും കൂടുതലായി വരുന്നതും. വലാകിൻ, എന്നാൽ നാല അശ്ശുറു അൻ നസ്വീബ അൽ അക്ബറ മിനൽ ഇഹ്തിമാം വറിആയ, പക്ഷേ കവിത, ആ കവിതക്കായിരുന്നു വലിയ പ്രാധാന്യം കിട്ടിയത്. അൻ നസ്വീബുൽ അക്ബർ, വലിയൊരു ഓഹരി, വലിയൊരളവ് കിട്ടി. മിനൽ ഇഹ്തിമാം, ഇഹ്തിമാം ശ്രദ്ധ, വറിആയ സംരക്ഷണം, ഹിഫ്ള്, സംരക്ഷണത്തിൻ്റെയും ശ്രദ്ധയുടെയും കാര്യത്തിൽ കവിത മികച്ചു നിന്നു. വലിഹാദാ നജിദ്, അതുകൊണ്ട് നമുക്ക് കാണാം, അന്ന ശിഅറ, കവിതയാകട്ടെ, ഹുഫിള, അവ മനഃപ്പാടമാക്കപ്പെട്ടു, സംരക്ഷിക്കപ്പെട്ടു. വതവാറസ അബ്റൽ അജിയാൽ, അവ തലമുറകളിലൂടെ അവ കൈമാറ്റം ചെയ്യപ്പെട്ടു. ബിശക്ലിൻ ഔസഅ, വളരെ വിശാലമായ രൂപത്തിൽ തന്നെ. അത് മുഖാർനതൻ ബിൻ നസ്ർ, ഗദ്യത്തെ തട്ടിച്ചു നോക്കുമ്പോൾ, തുലനം ചെയ്ത് നോക്കുമ്പോൾ അവ കൂടുതലായിരുന്നു, ആ ഒരു കൈമാറ്റവും സംരക്ഷണവും. വലഅല്ല സബബ ഫീ ദാലിക, അതിനുള്ള കാരണമായേക്കാം, ഹുവ, അത് അന്ന ശിഅറ യംതാസു ബിൽ ഖാഫിയ അൽ മുവഹദ, ഏകീകൃത ഖാഫിയ കൊണ്ട് കവിത വ്യതിരിക്തമാണ് എന്നുള്ളത്, ഖാഫിയയിലെ പ്രാസം. വൽ ഇഖാഅത്തുൽ മൂസിഖിയ, അതിൻ്റെ മ്യൂസിക്കൽ ഇഖാഅത്ത്, ഇഖാഅത്തിലെ താളം, റിഥം, അതിൻ്റെ മ്യൂസിക്കൽ താളങ്ങൾ കൊണ്ടും അത് അതിൻ്റെ അവസാനം ഒരേ രീതിയിലുള്ള ഖാഫിയ അതിനുണ്ട് എന്നുള്ളതും, വൃത്തവും പ്രാസമൊക്കെ ഏകീകൃതമാണ് എന്നുള്ളതും മാത്രമല്ല. അൽ ഇഖാഅത്തുൽ മൂസിഖിയൽ മുൻതളിമ, അവ ക്രോഡീകരിക്കപ്പെട്ടതാണ്, ക്രമീകൃതമാണ്. അല്ലത്തി തജ്അലുഹു അസ്റഅ റുസൂഖൻ ഫി ദാക്കിറ, എത്രത്തോളം ക്രമീകൃതം
അത് ഈണമുള്ളത് കൊണ്ട്, താളമുള്ളത് കൊണ്ട് തന്നെ അവ ബുദ്ധിയിൽ അടിയുറച്ച് വേഗത്തിൽ അവ ബുദ്ധിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, ഓർമ്മയിൽ, മെമ്മറിയിൽ ഉറച്ചു നിൽക്കുന്നു. വാത്തുവല ബക്ക അൻഫിഹി, അതാവട്ടെ കുറേ കാലം അതിനെ അവശേഷിപ്പിക്കാൻ കാരണമാക്കി തീർത്തു. ഹാദിഹിൽ ഖസായിസു, ഈ പ്രത്യേകതകൾ കൊണ്ട് സാഹമത്ത് ആ പ്രത്യേകതയെല്ലാം സഹായിച്ചു. ഫിനഖ്ലി ഷിഅരി, കവിതയെ കൈമാറ്റം ചെയ്യുന്നതിന്. ബിനഫ്സി അൽഫാദിഹി, ഏത് ലഫ്ളുകൾ കൊണ്ടാണോ അന്ന് ആ കവി ചൊല്ലിയത് അതേ ലഫ്ളുകളെ കൊണ്ട് അബറസമൻ, കാലഘട്ടങ്ങൾക്കിടയിലൂടെ അവ കൈമാറ്റം ചെയ്യാൻ സാധിച്ചു. ബിസ്തിസ്ന ഇഹാലാത്തിൻ നാദിറ ജിദ്ദൻ, വളരെ വിരളമായ അവസ്ഥകൾ ഒഴിച്ചു നിർത്തിയാൽ. അലൻ നഖീലി, ഇതിന് വിരുദ്ധമായി. അന്നസർ, നസറാവട്ടെ ലം യകുൻ യഹ്തവി അലാ ഹാദിഹി സിമാത്ത് അൽ മ്യൂസിഖിയ, ഈ പറയപ്പെട്ട മ്യൂസിക്കൽ സവിശേഷതകളൊന്നുമില്ലാത്തതാണ് നസർ. ആ നസർ ഹൈസു സ്വാറ സഅബൻ ലിൽ ഹിഫ്ള്, അവ മനപ്പാടമാക്കലും സംരക്ഷിക്കലും പ്രയാസമായി തീർന്നു. വാക്കല്ല സബാത്തൻ ഫി ദാക്കിറ, അത് മെമ്മറിയിൽ ഒരുപാട് ഉറച്ച നിലക്ക് അവ നിലനിൽക്കാത്ത അവസ്ഥയുണ്ടായി. യുംകിനുൽ ഖൗൽ, പറയാൻ സാധിക്കും. ഇന്നർ റുവാത്ത, റാവിമാർ, റിപ്പോർട്ടകന്മാർ. വാജഹു സുഉബതൻ, അവർ വലിയ പ്രയാസങ്ങൾ നേരിട്ടു. വാജഹു, അവർ അഭിമുഖീകരിച്ചു. സുഉബതൻ, ഡിഫിക്കൽറ്റി. ഫി ഹിഫ്ളിൻ നസറിൽ ജാഹിലി കാമിലൻ, ജാഹിലിയ കാലഘട്ടത്തിലെ നസറിനെ പൂർണ്ണമായും മനപ്പാടമാക്കാൻ. ഹത്താ ഇൻ ഹഫിളു ബഅദഹു, എത്രത്തോളം അവർ ചിലതൊക്കെ മനപ്പാടമാക്കി. ഫമിനൽ മർജഹ് അന്ന ബഅദൽ അൽഫാദ് ഖദ് ളഅത് അലാ മർരി സമാൻ, എത്രത്തോളം നമുക്കവിടെ കാണാൻ പറ്റും, കാലം കഴിഞ്ഞപ്പോൾ അതിലെ ചില ലഫ്ളുകൾ തന്നെയും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായി. വമഅ ദാലിക, അതോടൊപ്പം ബഖിയ ബഅദുൻ നുസൂസുൻ നസരിയ്യ, ചില നസറിൻ്റെ ടെക്സ്റ്റുകൾ അവശേഷിച്ചു. അല്ലത്തി ഹദിയത്ത് ബിൽ ഇഹ്തിമാം വറിആയ, ആ നസ്സുകൾ അവശേഷിക്കാൻ കാരണം അവക്ക് ചില ശ്രദ്ധയും സംരക്ഷണവും പരിഗണനയൊക്കെ ലഭിച്ചു. ഫഹുഫിളത് കമാഹിയ, അതുള്ളതുപോലെ തന്നെ അത് മനപ്പാടമാക്കപ്പെട്ടു. വൻതഖലത്ത് ഇലൈനാ സലീമ, സുരക്ഷിതമായി നമ്മിലേക്കെത്തി. മിൻ ഖിലാലിൽ കുതുബി, ഗ്രന്ഥങ്ങളിലൂടെ. വൽ മറാജിഇൽ അസാസിയ, അടിസ്ഥാന സോഴ്സുകളിലൂടെ. കാനത്ത് ളുറൂഫുൽ ഹയാത്തില്ലത്തി ആശഹൽ ജാഹിലിയൂൻ, ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച ആ ഒരു ജാഹിലിയത്തിലെ ആളുകൾ ജീവിച്ച ആ ഒരു ജീവിത സാഹചര്യം. തഹ്ഫിസുഹും, അവരെ പ്രേരിപ്പിക്കുന്നു. ബിഷക്കിലിൻ തൊബീഇയ്യിൻ, ഒരു നാച്ചുറൽ രൂപത്തിൽ തന്നെ. അല തഅബീർ ബിൽ ഖലാം, വാചികമായിട്ട് ഓരോ കാര്യങ്ങൾ ആവിഷ്കരിക്കണമെന്ന് ആ ഒരു ജീവിത സാഹചര്യം അവരെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. വലാ ശക്ക, നോ ഡൗട്ട്, ഒരു സംശയവുമില്ല. അന്നതിൽക്കൽ ദുറൂഫ, ആ സാഹചര്യം. അദ്ദത്തിലാ ദുഹൂരി നസ്രിൻ, ചില നസ്റുകളിലേക്ക് എത്തിക്കുന്നുണ്ട് ആ സാഹചര്യം. യക്തുബുഹു ഹഉലാ ഇല്ലദീന യംതലികൂന മൗഹിബതൻ ഫീ സിയാഗത്തിൽ ഹദീസ്, സംസാരത്തിൻ്റെ കാര്യത്തിൽ, സംസാരത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ മൗഹിബത്ത്, ടാലൻറ്റ് ഉള്ള ആളുകൾ അവ രേഖപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ആ സാഹചര്യം എത്തിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ലാ ശക്ക ഹഉലാഇ കാനൂ അക്സറ അദദൻ മിനശ് ശുഅറാ, വേറെയും ഡൗട്ടില്ലാത്ത കാര്യം നമുക്ക് തുറന്നു പറയാൻ പറ്റും. ഇത്തരം ആളുകൾ, നസ്റിൻ്റെ കാര്യത്തിൽ എഴുതുന്ന ആളുകൾ, അവർ കവികളെ സംബന്ധിച്ച് എണ്ണത്തിൽ കൂടുതൽ തന്നെയായിരുന്നു എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. വകദാലിക അറബി ഇജ്തിമാഅത്തുൽ മുതഅദ്ദിദ, എന്ന് മാത്രമല്ല അറബികൾക്ക് വ്യത്യസ്തങ്ങളായ മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. ബഅലുഹാ സഗീറൻ, ചില മീറ്റിങ്ങുകൾ വളരെ ചെറുതായിരിക്കും. യഖ്തസിറു അലാ മജ്മുഅത്തിൻ ഖലീല, അത് ചെറിയ ഗ്രൂപ്പുകൾക്കിടയിലായിട്ട് ചുരുങ്ങിപ്പോകുന്ന ചെറിയ മീറ്റിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. വഅലുഹാ കബീർ, ചിലതാവട്ടെ വലുതായിരുന്നു. യശ്മലു ജമാഅത്തിൻ അക്ബർ, അത് വലിയ വലിയ സംഘങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും. വക്കാനത്ത് ബൈനഹും തനാഫുസാത്തിൻ ഖവിയ്യ, അവർക്കിടയിലാകട്ടെ ശക്തമായ മത്സരങ്ങളുണ്ടായിരുന്നു. ഫിലിഫ്തിഖാർ, പൊങ്ങച്ച നടിക്കുന്ന കാര്യത്തിൽ. ബിൽ അൻസാബ്, കുടുംബ പാരമ്പര്യം കൊണ്ടും. വൽ അംജാദ്, കുടുംബ മാഹാത്മ്യം കൊണ്ടും. അഫിൽ അമാലിൽ ബുതൂലിയ, ഹീറോ പ്രവർത്തനങ്ങളെ കൊണ്ടും. വൽ ആദാത്തിൽ ഇജ്തിമാഇയ്യ, സാമൂഹിക സമ്പ്രദായിക പ്രവർത്തനങ്ങളെ കൊണ്ടൊക്കെ അവർ പരസ്പരം ആ ഒരു മീറ്റിങ്ങുകളിൽ, സംഗമങ്ങളിൽ അഭിമാനം കൊണ്ട് പൊങ്ങച്ച് നടിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. കമാനശത്ത് ബൈനഹും ഖിലാഫാത്ത്, മാത്രമല്ല അവർക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. വസിറാഅത്തുൻ, സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. വായദാബാത്തുൻ, ശത്രുതകൾ ഉണ്ടായിട്ടുണ്ട്. വാതാഹലഹും ദാലിക തജാറു ഹയാത്തിയ സരിയ, ഇവയൊക്കെയും അവർക്ക് ജീവിതത്തിൽ സമ്പന്നമായ അനുഭവങ്ങളെ സമ്മാനിച്ചിട്ടുണ്ട്. അതാവട്ടെ അസ്ഹമത്ത് ഫി തക്വീനി ഖിബറാത്തിഹിം, അവരെ എക്സ്പീരിയൻസ് രൂപപ്പെടുത്താനും സഹായിച്ച സംഗതിയാണിത്. ഹഉലാഇൽ അറബ്, ഈ അറബികൾ. ബിഫിത്രത്തിഹിം, അവരെ പ്രകൃതം വെച്ച് നോക്കുമ്പോൾ തന്നെ കാനു, അവരായിരുന്നു. യർഗബൂന, അവർ താല്പര്യം കാണിക്കാറുണ്ടായിരുന്നു. റഗിബ ഫി യർഗബൂന, അവർ തൽപരരായിരുന്നു. ഫി മുഷാറക്കത്തി തിൽക്കൽ ഖിബറാത്ത്, ഈ എക്സ്പീരിയൻസിൽ പങ്കാളികളാവുക. മഅൽ ആഖരീൻ, മറ്റുള്ളവരുമായിട്ട്.
ലിയതമക്കനൂ മിനൽ ഇസ്തിഫാദ മിൻഹ, അതിൽ നിന്ന് അവർക്ക് പല നേട്ടങ്ങളും കിട്ടാൻ വേണ്ടി, ഫി ഹയാത്തിഹിമുൽ യൗമിയ, വരും അവരുടെ ഡെയിലി ലൈഫിൽ അവർക്ക് ഫായിദകൾ കിട്ടാൻ, നേട്ടം കിട്ടാൻ വേണ്ടി ഇത്തരം അനുഭവങ്ങളിൽ അവർ എപ്പോഴും പങ്കാളികളാവാറുണ്ട്, ഇത്തരം മത്സരങ്ങളിൽ, സംഘടനകളിലൊക്കെ. വകുല്ലു ഹാദിഹിൽ മുനാസബാത്ത്, ഈ സന്ദർഭങ്ങളെല്ലാം തന്നെ, വദ്ദുറൂഫ്, ഈ സാഹചര്യങ്ങളും, കാനത്ത് തതല്ലബു തഅബീറൻ ബലീഗൻ, അവിടങ്ങളിലെല്ലാം നല്ല സാഹിത്യ സമ്പന്നമായിട്ടുള്ള അവതരണത്തിന് ആവശ്യപ്പെടുന്നവയായിരുന്നു. ലാ മുജറദ് ഹദീസിൻ, അതുപോലെ വെറും വർത്തമാനമല്ല. ലാ മുജറദ് ഹദീസിൻ ആബിർ, വെറുതെ പറഞ്ഞു പോകുന്ന വെറും വർത്തമാനമല്ല. യഹ്ദുഫ് ഇലാ തൽബിയത്തിൽ ഹാജാത്തിൽ യൗമിയ, നിത്യ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന നിലക്ക്, അല്ലെങ്കിൽ അതിന് പ്രതികരിക്കുന്ന നിലക്ക് വെറുതെ ഒരു വർത്തമാനം പറയുക എന്നുള്ളതല്ല. ബൽ കലാമൻ മുഅസ്സറൻ, അത് സ്വാധീനിക്കുന്ന സംസാരമാവണം. അങ്ങനെയായിരുന്നു. മലി അംബിൽ ആറ്റിഫ, അതിൽ ഇമോഷൻസ് നിറഞ്ഞതായിരുന്നു. വൽ ഖുദ്റ, കഴിവും, അല ഇസാറത്തിൽ മഷാഇരി, ശ്രോതാക്കളുടെ ഇമോഷനുകളെ ഇളക്കിവിടാനുള്ള കഴിവുകളും അതോടൊപ്പം ഇമോഷൻസുകളൊക്കെയും നിറഞ്ഞു നിൽക്കുന്ന ആ നിലക്കുള്ള സംസാരമായിരുന്നു അത്. ഫിൽ മുജ്തമഇൽ ഖബലി, ഗോത്രസംഗമങ്ങളിൽ, മീറ്റിങ്ങുകളിൽ, വഖാസത്തൻ പ്രത്യേകിച്ച് മയൻതഹൂന മിൻ അഅമാലിഹിമുൽ യൗമിയ, അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവസാനിക്കുന്ന സമയത്ത്, വയജ്തമിഊന ഫിൽ മസാഇലിൽ ഹദീസ് വത്തസ്ലിയ, വൈകുന്നേര സമയങ്ങളിൽ അവർ ഒരുമിച്ച് കൂടും. എന്തിനാണ്? വർത്തമാനങ്ങൾ പറയാൻ, അതോടൊപ്പം തസ്ലിയ, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും. ലാ ശക്ക, ഒരു സംശയവുമില്ല, അന്നഹും കാനു യതബാദലൂന അൽ ഹദീസ്, ആ സമയം അവർ സംസാരങ്ങളെ കൈമാറ്റം ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഹൗല ഉമൂരിഹിം, അവരുടെ കാര്യങ്ങളെക്കുറിച്ച്, ഔ ഉമൂരി ഗൈരിഹിം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച്, അമ്ര ജമഉ ഉമൂർ, കാര്യങ്ങൾ, ഔ അല്ലെങ്കിൽ യസ്തമിഊന, അവർ ശ്രദ്ധിച്ചു കേൾക്കും, ലിമൻ കാന ലദൈഹി മഹാറ അക്ബർ, ഏറ്റവും അധികം സ്കില്ലുള്ള ആളെ ശ്രദ്ധിച്ചു കേൾക്കും. മഹാറ അക്ബർ, ആ സ്കിൽ എങ്ങനത്തെ? ഫി തഹദ്ദുസി, സംസാരിക്കുവാനുള്ള, ബിതൊലാഖത്തിൻ, ഫ്ലുവൻ്റായിട്ട്, വാചാലമായിട്ട് അങ്ങനെ സംസാരിക്കാൻ ആരാണോ സ്കില്ലുള്ളത് അയാളെ ആ മീറ്റിങ്ങിൽ അവർ ശ്രദ്ധിച്ചു കേൾക്കുമായിരുന്നു. മിനൽ മുഅക്കദ്, ഉറപ്പിച്ചു പറയാൻ പറ്റും, അന്ന അക്സറമാ കാന യജിബു ഇന്തിബാഹുഹും ഹുവ സിമാഉൽ ഖിസസിൽ അജ്ദാദ്, അവരെ ശ്രദ്ധ എപ്പോഴും പിടിച്ചു പറ്റിയിരുന്നത്, ആകർഷിച്ചിരുന്നത് അത് ഹുവ സമാ, അത് കേൾക്കുന്നിടത്താണ്. ഖിസസുൽ അജ്ദാദ്, പൂർവികരുടെ കഥകൾ, അവിൽ ആബാ, അല്ലെങ്കിൽ തൊട്ടുപിതാക്കളുടെ കഥകൾ. വമാക്കാൻ ലഹും മിൻ ഇൻജാസാത്തിൻ, ആ കഥകളിൽ ഉണ്ടാവുന്നതാണ് അവർ നേടിയിട്ടുള്ള നേട്ടങ്ങൾ, ഇൻജാസാത്ത്. വ അഅമാൽ അദീമ, അവർ ചെയ്ത വലിയ പ്രവർത്തനങ്ങൾ. ലിദാലിക, അതുകൊണ്ട് ലാബുദ്ദന്ന ഹുനാക മൻ കാനു, നിർബന്ധമായിട്ടും അവരിൽ ഉണ്ടായിട്ടുണ്ട്. ആര്? കാനു യസ്റുദൂന തിൽക്കൽ അഹ്ദാസ്, ആ സംഭവങ്ങളെ സർദന, കഥ പറയുന്നതിന് പറയാം, ആ സംഭവങ്ങളെ അവതരിപ്പിക്കുന്ന, ബിത്വരീഖത്തിൻ മുശവ്വഖ, നല്ല ആകർഷണീയമായ രീതിയിൽ, ലിജദ്ബിൽ മുസ്തമിഈൻ, ശ്രോതാക്കളെ അട്രാക്റ്റ് ചെയ്യുന്ന, ജദ്ബ്, ആകർഷിക്കുക, പിടിച്ചെടുക്കുക. ഹഉലാഇൽ ഹുക്കാഉന, ഈ കഥ പറയുന്നവർ, ഹാക്കിൻ്റെ ഹുക്കാ, ഈ കഥാകാരന്മാർ, കഥ അവതരിപ്പിക്കുന്നവർ, കഥ പറയുന്നവർ. കാനു യഅ്തമിദൂന, അവർ എപ്പോഴും അവലംബിച്ചത്, യഅ്തമിദൂന അല ഹദാസിൽ ഹാലിയ വൽ വഖാഇൽ ഖദീമ, ആ സാഹചര്യത്തിലെ സംഭവങ്ങളെ, അല്ലെങ്കിൽ പഴയകാല സംഭവങ്ങളെ, അതിനെയൊക്കെയായിരുന്നു അവർ അവലംബിച്ചിരുന്നത്. കമസ്ദരിൽ ഖിസസിഹിം, അവരെ കഥക്കുള്ള ഒരു സ്രോതസ്സായിക്കൊണ്ട്. വമിൻ ഹുന, ഇവിടെ നിന്ന് ജാഅത്ത് ഖിസസുൽ അയ്യാം അലത്തി തർവി താരീഖുൽ മആരിക് ബൈനൽ ഖബാഇൽ ഫിൽ അസ്റിൽ ജാഹിലി, പല നിലക്കുള്ള അയ്യാമിൻ്റെ കഥകൾ വന്നു. അയ്യാം എന്ന് പറഞ്ഞാൽ അയ്യാമുൽ അറബ് എന്നൊക്കെ പറഞ്ഞാൽ അറബികൾക്കിടയിലുള്ള യുദ്ധങ്ങൾക്കാണ് അയ്യാമുൽ അറബ് പറയാം. ആ അയ്യാമുകളുടെ കഥകൾ വന്നു. അവർ അയ്യാമെന്നാണ് ആ യുദ്ധങ്ങൾക്ക് പറയാം. 40 ദിവസമൊക്കെ അവർക്കിടയിൽ യുദ്ധങ്ങൾ നീണ്ടുപോയിട്ടുണ്ട്. ഓരോ യുദ്ധങ്ങൾ ചെറിയ നിസാര കാരണങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ അയ്യാമുകളെ കഥകൾ അവിടെ വന്നു. തർവി താരീഖൽ മആരിക് ബൈനൽ ഖബാഇൽ ഫിൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ ഗോത്രങ്ങൾക്കിടയിലുണ്ടായ യുദ്ധങ്ങൾ, ചരിത്രങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തു. വഖദ് ഇഹ്തവത്തിൽ അദീദു മിനൽ കുതുബ് അലാ തിൽക്കൽ ഖിസസ്, ഈ കഥകൾ ധാരാളം ഉൾക്കൊള്ളുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അഹമ്മുഹ, അതിൽപ്പെട്ടതാണ് ഷറഹുൻ നഖാഇൽ ലി അബി ഉബൈദ, അബു ഉബൈദയുടെ ഷറഹുൻ നഖാഇൽ എന്ന് പറയുന്ന ഗ്രന്ഥമൊക്കെ ഇത്തരം താരീഖുൽ അയ്യാം, അല്ലെങ്കിൽ അയ്യാമുൽ അറബ് അവതരിപ്പിക്കുന്ന കഥയാണ്, പുസ്തകമാണ്. മിനൽ വാദിഹ്, വ്യക്തമായ കാര്യമാണ്, അന്നമായ റുവിഹി അബു ഉബൈദ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം, വഗൈറുഹു, അദ്ദേഹമല്ലാത്തവരും, ഹൗല തിൽക്കൽ മആരിക്, ആ യുദ്ധങ്ങളെപ്പറ്റി, മായ തഅല്ലഖു ബിൽ ജാഹിലിയ്യീൻ, ജാഹിലിയാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, മായ തഅല്ലഖു ബി, ബന്ധപ്പെട്ടവ, മായ തഅല്ലഖു ബിൽ ജാഹിലിയ്യീൻ, ജാഹിലിയക്കാരുമായി ബന്ധപ്പെട്ടവയും, ലൈസ മിൻ ഉസ്ലൂബിഹിമുൽ അസ്ലി, അതൊന്നും അവരുടെ അടിസ്ഥാന ശൈലിയിലുള്ളവയല്ല.
ഇല്ല ഫി ബഅദിൽ മഖാത്തിഇ, ചില ഭാഗങ്ങളിൽ മാത്രം. മഖാത്ത് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഭാഗം, പോർഷൻ എന്നൊക്കെ പറയാം. അല്ലത്തി തുൻസബു ഇല അസ്ഹാബിഹ, അത് അവരിലേക്ക് ചേർക്കപ്പെടുന്നു, അതിൻ്റെ ആളുകളിലേക്ക്. ബിഷക്കിലിൽ മുബാഷർ, നേർക്ക് നേരെ അവർ പറഞ്ഞു നിലക്ക് പറയപ്പെടുന്നവ. വതുഅതബറു ജാഹിലിയ ബിത്തബഇ, അല്ലെങ്കിൽ അവ ജാഹിലിയത്തിൻ്റെ ജാഹിലിയത്തിലുള്ളതാണെന്ന് ഉറപ്പിക്കുന്ന ആ നിലക്കുള്ളതൊഴികെ. കമഹ്തബത്ത് കുതുബു താരീഖിൽ ഖദീമ, അതോടൊപ്പം തന്നെ പഴയ ചരിത്ര ഗ്രന്ഥങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. അലാ ഖിസസിൻ, കഥകളെ. അൻ മുലൂക്കിൽ മുനാദറ വൽ ഖസാസിന വൽ ഹിംയരിയീൻ വൽ ഫുറുസ് വഗൈരിഹിം, കാലഘട്ടത്തിൽ ജീവിച്ച മുനാദറ രാജാക്കന്മാരുടെ, ഖസാസിനക്കാരുടെ, ഹിമ്യറുകാരുടെ, പേർഷ്യക്കാരുടെ, അവരെല്ലാത്തവരുടെയൊക്കെ ആ രാജാക്കന്മാരുടെ കഥകളും പഴയകാല ചരിത്ര ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. ബില്ലിലാഫത്തി ഇല അഖ്ബാരി സുഅമാഇഹിം, അതോടൊപ്പം അവരിലെ ലീഡേഴ്സിൻ്റെ പല വാർത്തകളും ഉൾക്കൊള്ളുന്നുണ്ട്. കുഹാനിഹിം, അവർ കാഹിന് ജ്യോത്സ്യന്മാരുടെയും, ഉഷാഖിഹിം, അവരിലെ കാമുകന്മാരുടെയും, വശുഅറാഇഹിം, അവരിലെ കവികളുടെയും, വമാലദൈഹിം മിനൽ മലാഹിം, അതോടൊപ്പം അവരടുക്കലുള്ള വീര കഥകളുമായി ബന്ധപ്പെട്ട, വീരയാത്രകളുമായി ബന്ധപ്പെട്ട അത്തരം കഥകളും. വഖിസൽ ഖവാരിഖ് വൽ അസാതീർ, അതോടൊപ്പം ഐതിഹ്യങ്ങളും മറ്റു കഥകളൊക്കെ ഉൾക്കൊള്ളുന്ന ഈ നിലക്ക് ഉള്ള വിവരങ്ങളും പലപ്പോഴും ചരിത്ര ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിച്ചത് കാണാൻ പറ്റും. അൽ അറബു ഫി ദാലിക സമൻ, ആ കാലഘട്ടത്തിൽ അറബികൾ, ഫി തവാസുലിഹിം അൽ ആഖരീന, മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിലും, വമഅ അൻഫുസിഹിം, അവരുമായിട്ട് ഉള്ള സ്വയം തന്നെ ഉള്ള വിഷയങ്ങളും, കാൻ യസ്തഅരിലൂന തജാറുബുഹും വഖിബറാത്തിഹിം ഫി മജാലാത്തിൻ മുതനവ്വിഅ, അതൊക്കെ ആ നിലക്കൊക്കെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അനുഭവങ്ങൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഔ അല്ലെങ്കിൽ യതസാബഖൂൻ, അവർ മത്സരിക്കുന്നുണ്ട്, ഫി മജാലാത്തി സഅമ വൽ മജ്ദ്, ഉന്നതി കിട്ടാൻ വേണ്ടി, നേതൃത്വം കിട്ടാൻ വേണ്ടി അതിൻ്റെ മേഖലകളിലും. അവിൻ നുഫൂദ് അവിൽ ഹൈബ, അല്ലെങ്കിൽ അവർക്ക് ഒരു പവർ കിട്ടാൻ വേണ്ടി, അവർക്ക് ആളുകൾക്കിടയിൽ ഒരു പേടി ഉണ്ടാവാൻ വേണ്ടി, സ്ഥാനം കിട്ടുന്ന അർത്ഥം. അവിൽ മക്കാൻ അവൽ ഇഹ്തിറാം, അതെ, അവർക്ക് സ്ഥാനം കിട്ടാൻ, ആദരവ് കിട്ടാൻ വേണ്ടിയൊക്കെ അവർ പല നിലക്കും മത്സരിക്കുന്നത് കാണാൻ പറ്റും. അഹ്യാനൻ കാനു യതബാദലൂന അൽ അഫ്കാർ വൽ ഹിവാർ, ചില സമയങ്ങളിൽ അവർ ചിന്തകൾ കൈമാറുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അവരുടെ സംഭാഷണങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ലി ഈജാദി ഹുലൂലിൻ, ചില ഹുലൂലുകൾ ഉണ്ടാക്കുന്ന വിഷയത്തിൽ. ഹുലൂല് ഒരു ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന കാര്യത്തിൽ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ, അവർ സംസാരിക്കുന്ന ചില അഭിപ്രായങ്ങൾ, ചിന്തകൾ പറയുന്നുണ്ട്. ഖിലാഫാത്തി, എന്തിൻ്റെ വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നതകളിൽ പരിഹാരം കാണുന്ന. വഫദ്ദുൻ നസാഅത്തി, തർക്കങ്ങളെ സോൾവ് ചെയ്യുന്ന കാര്യത്തിൽ. ഔ യതഖാറബൂന മിൻ ഖിലാലി തഹാലുഫാത്തി വസ്സൈജാത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ചില നിലക്കുള്ള ഐക്യത്തിലൂടെ, അവർ ചില സന്ധികളിലൂടെ, സഖ്യത്തിലൂടെ അവരടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവയഷ്ഗലൂന ഔഖാത്തി റാഹത്തിഹിം, അതോടൊപ്പം അവർ വ്യാപൃതരാവുന്നുണ്ട്. അപ്പോൾ ഔഖാത്തി റാഹത്തിഹിം, അവരുടെ ഒഴിവ് സമയങ്ങളിൽ. ബിമാ യുസ്ഇദു ആദാനിഹിം, അവരെ കാതുകൾക്ക് ഇമ്പം നൽകുന്ന, വയഫ്രഹ് ഖുലൂബഹും, ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്ന കാര്യങ്ങളിലും. കുല്ലു ഹാദിഹി ദുറൂഫ്, ഇതായിരുന്നു അവരുടെ സാഹചര്യം. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ഔജദത്ത് ഫുറസൻ അദീദ, ധാരാളം സന്ദർഭങ്ങളെ, അവസരങ്ങൾ സൃഷ്ടിച്ചു. ലി ഉലായിക്ക, ഇക്കൂട്ടർക്ക്, അല്ലദീന ലദൈഹിം ഇബ്ദാഉൻ അദബിയുൻ, ഒരു സാഹിത്യപരമായിട്ടുള്ള ഇബ്ദാ ഉള്ള ആളുകളൊക്കെ, അവർ ഉള്ളിൽ തന്നെ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ളവർക്കൊക്കെ അവസരങ്ങൾ സൃഷ്ടിച്ചു. വലാകിൻ ദൂന മൗഹിബ ശഅരിയ, എന്നാൽ അത് കവിതാ പാഠവുമല്ലാത്ത, എന്നാൽ സാഹിത്യ ക്രിയേറ്റിവിറ്റി ഉള്ളവർക്കൊക്കെ. ലിയുമാരിസു അൻവാഅൻ മുഖ്തലിഫ മിനൻ നസ്രിൽ അദബി, സാഹിത്യത്തിൻ്റെ ഗദ്യമേഖലയിലെ വ്യത്യസ്ത ഇനങ്ങളെ പ്രാക്ടീസ് ചെയ്യുവാനുള്ള. വലിഹാദ സബബ്, ഇക്കാരണങ്ങൾ കൊണ്ട്. നജിദ് ഫി മുഅല്ലഫാത്തിൽ അദബി വത്താരീഖ്, ചരിത്ര സാഹിത്യ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അഷ്കാലം മിനൻ നസ്രിൽ അദബി, സാഹിത്യ ഗദ്യ മേഖലയിലെ വ്യത്യസ്ത ഇനങ്ങളെ. മിസ്ലു, അതിൽപ്പെടുന്നതാണ് ഏതുപോലെയുള്ള, ഉദാഹരണത്തിന് അലംസാൽ, ആപ്തവാക്യങ്ങൾ, പഴഞ്ചൊല്ലുകൾ, വൽ ഹികം, തത്വജ്ഞാനങ്ങൾ അല്ലെങ്കിൽ ഹിക്മത്തിൻ്റെ വാക്കുകൾ, വൽ ഖിസസ്, കഥകൾ, വത്തഫാഖുർ, പരസ്പരം പെരുമ നടിക്കൽ, വൽ മുനാഖഷാത്ത്, ചർച്ചകൾ, വൽ ഖുതബ്, പ്രസംഗങ്ങൾ, ഖുതബ്, വൽ വസായ, വസീയത്തുകൾ, വസജുൽ കുഹാൻ, അതേപോലെ കഹനകളുടെ, ജ്വത്സ്യന്മാരുടെ അവരുടെ മന്ത്രങ്ങൾ. ഇതൊക്കെ ജാഹിലിയ കാലഘട്ടത്തിലെ ഗദ്യസാഹിത്യത്തിൻ്റെ ഇനത്തിൽ നമുക്ക് ഈ നിലക്കൊക്കെ കാണാൻ സാധിക്കും. അടുത്തത് അൻവാഉൻ നസ്രി ഫിൽ അസ്ൽ ജാഹിലിയ എന്നുള്ളതാണ്. ജാഹിലിയ കാലഘട്ടത്തിലെ നസ്റിൻ്റെ ഇനങ്ങളെ ഓരോന്നിനും വിശകലനം ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്ക് സംസാരിക്കാം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.